കായിക താരങ്ങൾക്കും സിനിമാ താരങ്ങൾക്കുമെല്ലാം ഹെയർ സ്റ്റൈൽ ഒരുക്കി ശ്രദ്ധ നേടിയിട്ടുള്ള ആളാണ് കൊച്ചി സ്വദേശി പ്രവീൺ. എന്നാൽ അടുത്തിടെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കണ്ണ് കെട്ടിക്കൊണ്ട് അദ്ദേഹം ഒരാൾക്ക് ഹെയർ സ്റ്റൈൽ ഒരുക്കുകയുണ്ടായി. ഇതൊരു റെക്കോർഡ് നേട്ടത്തിനും കാരണമായിരുന്നു. 25 വർഷത്തിലേറെയായി ചെയ്യുന്ന ജോലിയുടെ സവിശേഷതകളെ പറ്റിയാണ് പ്രവീൺ ഇന്നത്തെ കയ്യൊപ്പിൽ പറയുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ പ്രവീൺ. ഞാൻ സിനി ആൻഡ് മീഡിയ ഇങ്ങനെയുള്ള ഇതിലും അതുപോലെ തന്നെ ബ്യൂട്ടി സർവീസും ബ്യൂട്ടി പാർലറുമായിട്ടും ബന്ധപ്പെട്ട് 25 വർഷത്തിലേക്ക് പോവുകയാണ് ഈ മേഖലയിൽ. അത് സൗന്ദര്യവർദ്ധക പരിപാടികളുമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സിനിമകൾക്കും ചാനലുകൾക്കും മറ്റ് പല അതിൽ മേഖലയിലുള്ള ആളുകൾക്കും കൂടാതെ ഇൻഡിവിജ്വൽസിനും അവരുടെ മേക്ക് ഓവർ, അവരുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ ബ്യൂട്ടി സംബന്ധമായ വർക്കുകൾ, അതുപോലെ ബ്രൈഡൽ ഗ്രൂമിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ മേക്ക് ഓവറുകൾ, അതുപോലെ സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്ന് പറഞ്ഞ പല പ്രോബ്ലങ്ങൾക്കുള്ള മെഡിസിൻസും അങ്ങനെയുള്ള കാര്യങ്ങളും മാനുഫാക്ചർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള മേഖലയിലാണ് ഞാൻ പ്രവർത്തിച്ചു പോരുന്നത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ, അതായത് ഹെയർ സ്റ്റൈൽ, കേശാലങ്കാരമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഒരു റെക്കോർഡ് എനിക്ക് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ റെക്കോർഡെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഫോൾഡ് ഹെയർ കട്ട്, കണ്ടീഷണർ, ഷാംപൂ ആൻഡ് ബ്ലോ ഡ്രൈ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു പെങ്കൊച്ചിൻ്റെ മേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് 28 മിനിറ്റ് കൊണ്ടാണ് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് വേൾഡിൽ തന്നെ ആദ്യത്തേതാണത്. വേറെ ആരും ചെയ്യാത്തൊരു ഏരിയയാണത്. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആൻഡ് ഫസ്റ്റ് അച്ചീവ്മെൻ്റ് ആണത്. ഇനി ഒരു ഗൂഗിളിലോ യൂട്യൂബിലോ ഇങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടാകണമെങ്കിൽ വേറൊരാൾ ചെയ്താൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. എൻ്റെ ഈ റെക്കോർഡ് നമുക്ക് അവർ വന്നിട്ടാണ് ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ, അവരുടെ മുമ്പിലാണ് നമ്മളത് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അവരാണ് നമുക്കതിന് സർട്ടിഫിക്കറ്റ്സ് തന്നിരിക്കുന്നത്. ഞാൻ ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഒരു സിനിമയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അഭിനയിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ എൻ്റെ നിയോഗം സിനിമയിലേക്ക് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റായിട്ട് വരാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ടാണ്. അതിൽ രവീന്ദ്രൻ ചേട്ടൻ, സോമൻ ചേട്ടൻ്റെ കാലം തൊട്ട് പ്രണവ് മോഹൻലാലിൻ്റെ ആദി എന്ന് പറയുന്ന സിനിമയിലേക്ക് വരയിലേക്ക് നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റി. അതിൽ മമ്മൂക്കയാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും സുരേഷ് ഗോപി, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, അങ്ങനെ ഈ പറയുന്ന മേഖലയിൽ സുരേഷ് കൃഷ്ണയുണ്ട്. അങ്ങനെ ആരൊക്കെയാണോ ഇതിലുള്ളത് ഈ പറയുന്ന 1-2 പേരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റൈലുകൾ ഒരുപാട് ഹിറ്റായിട്ട് വന്നിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിങ്, ക്രോണിക് ബാച്ചിലർ, പച്ചക്കുതിര, തിളക്കം, ഇഷ്ടം, രസികൻ, സ്വപ്നക്കൂട്, അങ്ങനെ ഒരുപാട് സ്റ്റൈലുകൾ. അതുപോലെ ശ്രീശാന്തിനെ ഓരോ കളിയിലും വ്യത്യസ്തനാക്കിക്കൊണ്ടിരിക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ടീം എൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ശ്രീശാന്ത് നിൽക്കുമ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈലും അവൻ്റെ ഓരോ കളിയിലും ഓരോ ഹെയർ സ്റ്റൈലായിരുന്നു. അതും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ 25 വർഷത്തിലേക്ക് പോവുകയാണ്. 24 വർഷം മുമ്പ് ഞാൻ ഈ മേഖലയിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ബ്യൂട്ടി പാർലറുകളുടെ വളരെ വിരളമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബ്യൂട്ടി എന്താണെന്നും എന്തിനാണ് ഇത് ചെയ്യണമെന്നും അവയർനെസ് അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം പല കാലങ്ങളിലായിട്ട് ഈ പറയുന്ന സിനിമകളിൽ ചെയ്ത സ്റ്റൈലുകളിലൂടെയും അതേപോലെ തന്നെ മറ്റ് നമ്മൾ ബ്രൈഡൽ ഗ്രൂമിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും ഓരോ ഇൻഡിവിജ്വൽസിനും ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നു, അവർ കല്യാണമാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മേക്ക് ഓവർ വേണം, അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈൽ മാറ്റണം, അങ്ങനെ പലർക്കും പല ആഗ്രഹങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വിഷ്വൽ മീഡിയ, ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലാവരും സെൽഫി എടുക്കുന്നു, ലൈവ് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർ പറയും, കമൻറ്റ്സ് അപ്പോൾ നമുക്ക് കിട്ടും. മറ്റേ നമ്മളൊരു സ്റ്റൈലോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ നമ്മുടെ അടുത്തുള്ള 4-5 പേരെ അറിയുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഫേസ്ബുക്ക് വഴിയൊക്കെ ചെയ്യണം. അപ്പോൾ തന്നെ കമൻറ്റ്സ് വന്നു, എൻ്റെ ഡ്രസ്സ് കൊള്ളത്തില്ല, എൻ്റെ തലമുടി കൊള്ളത്തില്ല, എൻ്റെ ഹെയർ അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ ഒരു സിനിമയിൽ നിന്നല്ല എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നവർക്കും ഇൻഡിവിജ്വൽസിന് ഓരോരുത്തർക്കും അവർ സെൽഫ് ഗ്രൂമിങ് ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം കൂടി. അതാണ് ഇത്രയും പാർലറുകൾ വളരാനുണ്ടായ സാഹചര്യം. അപ്പോൾ അവിടെ എനിക്ക് എൻ്റേതായ രീതിയിൽ ഈ സിനിമകളിൽ ചെയ്യുകയും അതുപോലെ ഓരോ സിനിമകൾക്ക് ഓരോ സ്റ്റൈലുകൾ വരുന്നതിലൂടെയും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ അച്ചീവ്മെൻറ്റിലൂടെയും എന്നെ ആളുകൾ അറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന സമയത്ത് നമ്മളിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു. ആ വരുന്ന ആളുകളും ആ കസ്റ്റമേഴ്സും നമ്മുടെ സർവീസ് ഇഷ്ടപ്പെട്ട് വീണ്ടും റെഗുലർ ആവുകയും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു സംഭവം വലുതാവുന്നത്. എന്നും അത് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് എല്ലാത്തിലും വരുന്ന പോലെ ഹെയർ സ്റ്റൈലിലും അവരുടെ ഓരോരുത്തരുടെയും മേക്കപ്പിലും ഒരു വസ്ത്രധാരണത്തിൽ എല്ലാത്തിലും ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിന് കുറച്ചുകൂടെ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്.